ഇന്നത്തെ നമ്മുടെ റെസിപ്പി മൈദയോ മുട്ടയോ അതുപോലെ തന്നെ ഓവനോ ഒന്നുമില്ലാതെ മിക്സിയിൽ കറക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. അത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതിലേത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കുക. 1/4 കപ്പിൻ്റെ ഏകദേശം ഒരു കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് മധുരമാണ് ഉള്ളത്. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിക്ക് പകരം പാലാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ രീതിയിൽ കട്ടകളൊക്കെ ഇല്ലാതെ നല്ലതുപോലെ ക്യാരറ്റും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അരഞ്ഞു വരണം. നല്ലപോലെ എല്ലാ ചേരുവകളും നന്നായിട്ട് അരഞ്ഞ് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസും പാടില്ല, ആ രീതിയിലായിരിക്കണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പാത്രമാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ബട്ടറോ നെയ്യോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഗ്രീസ് ചെയ്ത് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലായിട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി മാവ് ഞാൻ വലിയൊരു പാത്രത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് മൊത്തത്തിലായിട്ട് ഒരു വലിയൊരു പാനിലിട്ടിട്ട് മൊത്തത്തിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പാത്രത്തിലേക്ക്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് തട്ടി കൊടുത്ത ശേഷം നമുക്കിത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമറിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലൈറ്റായിട്ടുള്ള മധുരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ ആ മധുരത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു നന്നായിട്ട് അത്യാവശ്യം നല്ലപോലെ ആവി കയറ്റിയെടുക്കണം. ഏകദേശം ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിപ്പോൾ ക്യാരറ്റ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ക്യാരറ്റ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു വിണ്ട് കീറിയ പോലെ വരും കേട്ടോ. ഈ ഒരു കേക്ക് അങ്ങനെയുള്ളൊരു കേക്കാണ്. നമ്മൾ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, വെട്ട് കേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒരു കട്ടിയായിരിക്കും. പക്ഷേ ഇത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ വരുന്നതാണ് അതാണ് അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് മോൾഡിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അത് ഏത് പാത്രത്തിൽ വെക്കുകയാണെങ്കിലും അത്യാവശ്യം ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ. തിരക്കിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് നല്ലോണം വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം മൈദയൊന്നും ചേർക്കാതെ മുട്ടയൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് പൗഡർ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡർ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള റെസിപ്പീസിനൊക്കെ ബേക്കിംഗ് പൗഡർ ചേർക്കണം.
എന്നാലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഈ രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുപോലെ തന്നെ പല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.